IGF-1 നമ്മുടെ ശരീരത്തിൽ സന്തുലിതാവസ്ഥയിൽ എങ്ങനെ നിലനിർത്താം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1 നമ്മുടെ ശരീരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. അവ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു. അതായത് നമ്മുടെ രക്തത്തിൽ ഷുഗർ സ്പൈക്ക് വരാതെ ശ്രദ്ധിക്കുവാൻ ഈ ഒരു പെപ്റ്റൈഡ് ഹോർമോണിന് സാധിക്കും. അപ്പോൾ ഇൻസുലിൻ സ്പൈക്ക് വരാതെ നോക്കുകയും ഷുഗർ നിയന്ത്രിക്കുവാനും ഒക്കെ ഇതിന് സഹായിക്കാൻ പറ്റും. അതുപോലെ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ വിഘടിപ്പിക്കുവാനും സാധിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ആയിട്ടാണ് ഇരിക്കുന്നത് അഡിപ്പോസ് ടിഷ്യൂവിൽ. അപ്പോൾ അതിനെ വിഘടിപ്പിക്കുവാനും എനർജി ആക്കുവാനും ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിന് ഒരു കഴിവുണ്ട്. ഈ ഒരു കഴിവ് മാത്രമല്ല, ഒരുപാട് കഴിവുകൾ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന പെപ്റ്റൈഡ് ഹോർമോണിന് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ ലിവർ ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് മസിൽസിൻ്റെയും ബോൺസിൻ്റെയും പ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോൺ സ്ട്രെങ്ത് കൂട്ടാനും മസിൽസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും മസിൽ മാസ് വർദ്ധിപ്പിക്കുവാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് IGF-1. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുവാണ് IGF-1. കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മെഡിസിനും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കിതിൻ്റെ ബാലൻസ് ലെവൽ എങ്ങനെ നിലനിർത്താൻ നോക്കി. ഇത് അമിതമാവാനും പാടില്ല, കുറയാനും പാടില്ല. IGF കുറഞ്ഞു കഴിഞ്ഞാൽ മസിൽസിൻ്റെ ശക്തി ക്ഷയിക്കും, മസിൽ ലോസ് ഉണ്ടാവും. പ്രത്യേകിച്ചും ഏജ് റിലേറ്റഡ് ആയിട്ട് മസിൽ ലോസ് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം ഈ IGF-1 കുറയുന്നത് തന്നെയാണ്. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നല്ലതാക്കി നിർത്തുവാൻ, അതായത് പ്രമേഹം കുറയ്ക്കുവാനും മസിൽസിൻ്റെ മാസൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടിയെടുക്കാനും ഒക്കെ എന്ത് ചെയ്യണം നോക്കാം. നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഹൈ പ്രോട്ടീൻ എന്ന വാക്ക് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഹൈ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് വളരെയധികം പ്രോട്ടീൻ, പ്രത്യേകിച്ച് അനിമൽ പ്രോട്ടീൻസ്, അതായത് ഇപ്പോൾ ഫിഷ്, മീറ്റ് അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം അമിതമായിട്ട് കഴിച്ചാൽ ഈ IGF-1ൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ IGF-1നെ ഒരു സന്തുലിതാവസ്ഥയിലാണ് നമുക്ക് നിലനിർത്തേണ്ടത്. ശരീരത്തിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് അമിതമായിട്ട് എന്ത് കഴിക്കരുത്, പ്രോട്ടീൻ അനിമൽ സോഴ്സ് കഴിക്കരുത്. കഴിക്കാം, പക്ഷെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക, പ്ലാന്റ് പ്രോട്ടീൻ കഴിക്കുക. അതായത് പയറുവർഗ്ഗങ്ങളും ലെഗ്യൂംസ്, കടല, ചെറുപയർ, ആ വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ വസ്തുക്കളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, പിന്നെ നന്നായിട്ട് ഉറങ്ങുക. ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുവാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും വിസറൽ ഫാറ്റ് കുറയ്ക്കുക. നമ്മുടെ ശരീരത്തിൽ മധ്യഭാഗത്തൊക്കെ ഫാറ്റ് വളരെയധികം കെട്ടിക്കിടക്കുകയാണെങ്കിൽ, നമുക്ക് കുടവയറുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. പക്ഷെ അതിൻ്റെ ഉള്ളിലും നമ്മുടെ ശരീരത്തിൽ ഉള്ള ഫാറ്റ്, അവയവങ്ങൾക്ക് ചുറ്റുമുള്ള ഫാറ്റ് കുറയ്ക്കണം. ഒരു ചിട്ടയായ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യും.